എല്ലാ വീഡിയോയും കാണുന്ന പോലൊരു സാധാ തമ്പ്നെയിലായിട്ട് ഈ വീഡിയോയെ കാണരുത്. കാരണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള എല്ലാവരും ചർച്ച ചെയ്യാത്തൊരു കാര്യത്തെ പറ്റിയാണ്. എന്തുകൊണ്ട് ഇപ്പോൾ പഠിച്ചു തുടങ്ങണം? നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ എന്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യണം? വളരെ ചെറിയ വീഡിയോ ആയിരിക്കും, മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഞാൻ അൽഫി അബ്ദുൽ സലാം ഫ്രം കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈ ഷുഡ് വി എക്സ്പെക്ട് ഓർ വൈ ഷുഡ് വി സ്റ്റാർട്ട് അവർ പ്രിപ്പറേഷൻസ് ഏർലി. മക്കളെ, UGC നെറ്റ് എക്സാം ഹാസ് ചേഞ്ച്ഡ്. നമ്മൾ ഇതിനു വേണ്ടി എന്തുകൊണ്ട് പഠിക്കണം എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ കാരണം പരീക്ഷാ പാറ്റേൺ മാറി എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പരീക്ഷാ പാറ്റേൺ മാറി, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച പോലെ എല്ലാ ചോദ്യങ്ങളും ചോദിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ നമ്മൾ പറയും. പക്ഷേ ഇതാണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത്. ലാസ്റ്റ് 3 month എക്സാം അല്ല. കാരണം ഒരു പരിധി വരെ നമുക്ക് 1 മാസത്തെ പ്രിപ്പറേഷനും 1.5 മാസത്തെ പ്രിപ്പറേഷനും വരെ ഇതിനു മുമ്പ് വരെ നമുക്ക് എന്ത് നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു? നെറ്റ് നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് സാധിക്കില്ല. എന്തുകൊണ്ട്? കോമ്പറ്റീഷൻ ഹാസ് ഇൻക്രീസ്ഡ് ബട്ട് അറ്റംപ്റ്റ്സ് ആർ ലിമിറ്റഡ്. 2018 എഴുതിയ ആളുകളെക്കാളും ഏകദേശം 37% കൂടുതൽ ആളുകളാണ് ഇന്ന് നെറ്റ് പരീക്ഷ എഴുതുന്നത്. ആളുകൾ കൂടുന്തോറും കോമ്പറ്റീഷൻ കൂടും. എസ്പെഷ്യലി ഒരു പെർസെൻറ്റൈൽ ബേസ്ഡ് ആയിട്ടുള്ള, കട്ട് ഓഫ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം ആകുമ്പോൾ ഈ കോമ്പറ്റീറ്റേഴ്സിൻ്റെ എണ്ണം കൂടുന്നത് ഈ എക്സാമിൻ്റെ ടഫ്നെസ്സിനെയും റിസൾട്ടിനെയും വളരെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു ഐറ്റമാണത്. ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഹാവ് ബിക്കം കോൺസെപ്റ്റ് ഡ്രിവൻ. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നമ്മൾ എവിടെ പഠിച്ചാലും നമ്മൾ ഫാക്ച്വൽ ആയിട്ടാണ് നമ്മൾ ഇത്ര നാളും പഠിച്ചുകൊണ്ടിരുന്നത്. വർഷങ്ങൾ ഓർത്തിരിക്കുക, പേരുകൾ ഓർത്തിരിക്കുക, കോൺസെപ്റ്റുകൾ ഓർത്തിരിക്കുക, അതിൻ്റെ കീവേഡുകൾ ഓർത്തിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഏകദേശം 50% ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന ചോദ്യങ്ങൾ HOT ലെവൽ ക്വസ്റ്റ്യൻ ആണ്, ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതായത് അനലിറ്റിക്കലായിട്ട് നമുക്കൊരു കോൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രം അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ UGC നെറ്റ് പരീക്ഷയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. എന്തുകൊണ്ട്? മെമ്മറി ബേസ്ഡ് ആയിട്ട് നിന്ന് അനലിറ്റിക്കലായിട്ട് പരീക്ഷ മാറി. ഓർത്ത് വെക്കാം, നിങ്ങൾക്ക് എത്രത്തോളം ഫാക്ട്സ് ഓർത്ത് വെക്കാം എന്നുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം ഫാക്ട്സ് അല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് അറിയാം എന്നുള്ളതാണ് പരീക്ഷ ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏർലി പ്രിപ്പറേഷനിലൂടെ എന്ത് നേടിയെടുക്കാൻ സാധിക്കുന്നത്? സൈക്കോളജിക്കൽ ആൻഡ് അക്കാഡമിക് അഡ്വാൻറ്റേജ് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. എന്താണ് അവിടെ പറയുന്നത്? ഡിഫിക്കൽട്ടി ലെവൽ ഫ്ലക്ച്വേറ്റ്സ് അക്രോസ് സെഷൻസ്. അല്ലേ, നമ്മൾ കഴിഞ്ഞ 3 തവണയൊക്കെ ആയിട്ട് നെറ്റ് എഴുതുന്നവരാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഈ വരുന്ന ഒരു 3 ടേമുകളിലായിട്ട് ഡിഫിക്കൽട്ടി ലെവൽ പല രീതിയിലാണ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. ചില സമയത്ത് പേപ്പർ 1 ഡിഫിക്കൽട്ട് ആവും, ചില സമയത്ത് പേപ്പർ 2 ഡിഫിക്കൽട്ട് ആവും. ഈ ഡിഫിക്കൽട്ടി ചിലപ്പോൾ സബ്ജക്റ്റുകളനുസരിച്ച് വ്യത്യാസം വരും. ഈ ഡിഫിക്കൽട്ടി ലെവലിനെല്ലാം തരണം ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്ന ഒറ്റ വഴിയുള്ളൂ, ഹയസ്റ്റ് ഡിഫിക്കൽട്ടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഹയസ്റ്റ് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ ഇൻഡെപ്ത് നോളജ് എല്ലാ ടോപ്പിക്കിലും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കട്ട് ഓഫ് വേരീസ് അൺപ്രഡിക്റ്റബിളി. ഇങ്ങനെ ഈ ഫ്ലക്ച്വേഷൻ, ഈ ടഫ്നെസ്സിൻ്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് ഒബിയസ്ലി നമ്മൾ പറയുന്ന പോലെ എന്താണ്, എഴുതുന്ന കണ്ടസ്റ്റൻസിൻ്റെ എണ്ണവും കൂടുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്കും കട്ട് ഓഫ് നമുക്ക് വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. ചിലപ്പോൾ ഒരു ഏരിയയിൽ ആളുകൾക്ക് എളുപ്പമായിട്ടുള്ള ടോപ്പിക്ക് മറ്റൊരു ഏരിയയിലെ ആളുകൾക്ക് ടഫാവും. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ ആകെ തുകയാണ് കട്ട് ഓഫ് വരുന്നത്. കഴിഞ്ഞ തവണ വളരെ ലോ ആയിട്ട് നമുക്ക് കട്ട് ഓഫുകൾ വന്നു, എക്സാം ടഫായിരുന്നപ്പോഴായിരുന്നു അത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കട്ട് ഓഫുകൾക്കും നല്ല രീതിക്ക് മുകളിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് നേരെ ചൊവ്വേ റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇൻക്രീസിങ് കോൺസെപ്റ്റൽ ആൻഡ് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അനലിറ്റിക്കൽ ആയിട്ടുള്ളതും കോൺസെപ്റ്റലും ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലും നമുക്കിവിടെ ഉള്ളത്. ഡിറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസ് വളരെ കുറച്ചാണ് നമുക്ക് വരുന്നത്. പേപ്പർ 2 ഡിമാൻഡ്സ് ഡീപ്പർ സബ്ജക്റ്റ് കമാൻഡ്. അല്ലെ, നമുക്ക് നമ്മളുടെ സബ്ജക്റ്റിലുള്ള ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പേപ്പർ 2 എക്സൽ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും നേരത്തെ തന്നെ നമ്മളുടെ 180 days ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 180 days ബാച്ചിൽ നമുക്ക് 90 days 4 hour സബ്ജക്ട് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ലേറ്റർ ഫോർ PYQ അനാലിസിസ്, അങ്ങനെയാണ് നമ്മൾ ഇത്തവണ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 90 ദിവസങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് പറയാം. നമ്മൾ ഉടൻ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ കോഴ്സിൽ ഒന്നുകൂടെ പറയാവേ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 180 days ബാച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് ഫോർ ഡീപ്പ് സബ്ജക്ട് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ലേറ്റർ ഫോർ PYQ പ്രിപ്പറേഷൻ. എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. And if you want to join this system, you can always come to us 8086881144. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്താൽ മാത്രം മതി. എക്സ്പേർട്ട് മെൻറ്റേഴ്സ്, ഡോക്ടറേറ്റ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള 5 തവണ, കഴിഞ്ഞ 5 തവണ 6 തവണയായിട്ട് കണ്ടിന്യൂസ്ലി നെറ്റ് ക്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നിക്കിൻ്റെ മാസ്റ്റേഴ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? JRF പ്രിപ്പറേഷൻസ് നടത്താനായിട്ട് സാധിക്കും. ജസ്റ്റ് നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക.
8486881144 എന്ന് പറഞ്ഞ നമ്മളിലേക്ക് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. വി ഹാവ് എവറിത്തിങ് സെറ്റ് ഫോർ യു. ആൻഡ് വാട്ട് ഡു വി ഹാവ് സെറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഫോളോ ചെയ്യേണ്ടത്? നമ്മൾ ആപ്ലിക്കേഷൻ ബേസ്ഡ് MCQകൾ ടെസ്റ്റ് ചെയ്യുക. ഒരിക്കലും ഫാക്ച്വൽ ആയിട്ടുള്ള MCQസിനേക്കാൾ കൂടുതലുപരി ആപ്ലിക്കേഷൻ ലെവലായിട്ട്, അതായത് നിങ്ങൾക്കൊരു 3 കോൺസെപ്റ്റ് എങ്കിലും അറിയാമെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് JRF കിട്ടുകയുള്ളൂ. അത് ഒരു ചോദ്യത്തിന്, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ചോദ്യം നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മിനിമം 3 കോൺസെപ്റ്റ് എങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെയാണ് നമുക്ക് നെറ്റിൽ ചോദ്യങ്ങൾ വരുന്നത്. അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 1 ലൈൻ ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഇന്റർ ഡിസിപ്ലിനറി ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ഡിസിപ്ലിനിൽ നിന്ന് മാത്രമല്ല, ക്രോസ് ഡിസിപ്ലിൻസ്, വെദർ ബി ഇംഗ്ലീഷ്, എക്കണോമിക്സ്, ഹിസ്റ്ററി ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്, നിങ്ങൾക്ക് ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് ആപ്ലിക്കേഷൻസ് ഓഫ് ഔട്ട്സൈഡ് ഫീൽഡ്സ് ഇൻ ടു ദിസ്, അല്ലെങ്കിൽ ICT പേപ്പർ 1 ഫാക്ടേഴ്സും പേപ്പർ 2 ഫാക്ടേഴ്സും ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ വരുന്ന പരീക്ഷയ്ക്ക് വേണ്ട. ഇങ്ങനെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളിലൂടെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട്. ഇതെങ്ങനെ വേണം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ? ഈ 6 മാസത്തിനെ നമുക്ക് 5 ഫേസുകളായിട്ട് തിരിക്കാം. ജാനുവരി, ഫെബ്രുവരി, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫേസ് 1നെയും ഫേസ് 2നെയും നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർലിങ്ക് ചെയ്യാം. ഏകദേശം 3 മാസം, ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറയുന്ന 3 മാസങ്ങൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കോൺസെപ്റ്റ് ബിൽഡിങ്. നമുക്ക് എന്തൊക്കെയാണ് ഈ പേപ്പർ 2 ഡിസ്കസ് ചെയ്യപ്പെടുന്ന കോൺസെപ്റ്റുകൾ എന്താണെന്നുള്ളൊരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്. അവിടെ നമ്മൾ PYQ ബേസിസിലല്ല പോകുന്നത്. നമ്മൾ ഈ കോൺസെപ്റ്റുകളെ മനസ്സിലാക്കിയെടുക്കാൻ, ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഐഡിയാസിനെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 മാസം യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ സിസ്റ്റത്തിനോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകളും റിവിഷനുകളും കൊണ്ടുപോകുന്നു. അതായത് ഈ പഠിക്കുന്ന കാര്യങ്ങളെ നമ്മൾ പരീക്ഷ എഴുതി നോക്കുന്നു. അതൊരിക്കലും നെറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. അവിടെ നിങ്ങൾക്ക് കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അങ്ങനെ ഈ 3 ഫേസുകൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ 3 മാസങ്ങളുടെ ആദ്യത്തെ 2 ഫേസുകൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഏപ്രിൽ, മെയ്, ജൂൺ എന്ന് പറയുന്ന അടുത്ത 90 ഡേയ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 30 ഡേയ്സ് നമ്മൾ പ്രീവിയസ് നെറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ട് കോർ ഏരിയാസിനെ നമ്മൾ എങ്ങോട്ട് ബൈൻഡ് ചെയ്യുന്നു, പേപ്പർ 1 ബൈൻഡ് ചെയ്യുന്നു. അവിടെ നിന്നാണ് അടുത്ത 60 ദിവസം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രോബബിൾ ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ആഡ് ചെയ്യുന്നു. അതായത് 26-ൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള തരം ഫ്രെയിംഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഫ്രെയിം ചെയ്യുന്നു. ഇത് പരീക്ഷകളിലൂടെയും നോട്ടുകളിലൂടെയും എന്തിലൂടെയും പോളുകളിലൂടെയും നിങ്ങൾ ആക്സസ് ചെയ്യുന്നു. ആൻഡ് ഈ കോൺസെപ്റ്റുകളെ നമ്മൾ ലൈവ് ക്ലാസ്സുകളിലൂടെ, ചോദ്യങ്ങളിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്നു. ആൻഡ് ഫൈനൽ 10 ഡേയ്സിൽ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ മൊത്തം റിവൈസ് ചെയ്യുന്നു. അതിനോടൊപ്പം മോഡൽ എക്സാംസ് നമ്മൾ ഡെയിലി ഓരോ സബ്ജക്റ്റിനെയും പേപ്പർ 1നെയും നമ്മൾ എഴുതി 15 മോഡൽ എക്സാംസും അറ്റൻഡ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു കോംപ്രിഹെൻസീവ് സിസ്റ്റമാണ് നിങ്ങൾക്ക് എന്ത് നേടിത്തരാൻ പോകുന്നത്, JRF നേടിത്തരാൻ പോകുന്നത്. ഇത് വെറുതെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയല്ല, നെറ്റ് എക്സാം പാസ്സാക്കാനുള്ള ഏറ്റവും ബെറ്റർ വഴിയാണ്. ഇത് തന്നെയാണ് നമ്മളുടെ 180 ഡേയ്സ് വിക്ടറി ബാച്ചിലേക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. നമ്മളുടെ ഷെഡ്യൂൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഏരിയാസ് തന്നെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ട് പഠിച്ചു തുടങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസൾട്ട് വരാൻ ഏകദേശം ജനുവരി 30 അടുത്താകും. കാരണം 14-ാം തീയതി റിസൾട്ട് വന്ന് 2 ആഴ്ചക്കുള്ളിലാണ് റിസൾട്ട് വരാൻ സാധ്യത. ലെറ്റ് ഇറ്റ് ബി 10 to 12 ഡേയ്സ്, അങ്ങനെ ആയാലും 28 മുതൽ 30 വരെയുള്ള ദിവസങ്ങളായിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത്, റിസൾട്ട് വരുന്നത്. അതുവരെ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് 10 ദിവസമാണ്. 10 ദിവസത്തെ ടൈം ടേബിൾ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് അറൗണ്ട് ഹാഫ് എ മൊഡ്യൂൾ ഡീപ്പ് സ്റ്റഡിയാണ് വരുന്നത് പേപ്പർ 1ലും പേപ്പർ 2ലും. ദ മോർ ടൈം വി ഹാവ്, ദ മോർ പീസ്ഫുൾ വി ക്യാൻ പ്രിപ്പയർ ഫോർ നെറ്റ് എക്സാം. ലാസ്റ്റ് മിനിറ്റ് ഹറിബറിയിൽ ഒരിക്കലും നിങ്ങൾക്ക് ജൂണിലേക്കുള്ള നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ സ്റ്റാർട്ട് ഏർലി, സ്റ്റാർട്ട് വിത്ത് എ പെർഫെക്റ്റ് സിസ്റ്റം. നിങ്ങൾക്ക് വേണ്ടതെല്ലാം എങ്ങനെ തരണം എന്നുള്ളത് സിസ്റ്റമാറ്റിക് ആയിട്ട് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി ടൈം ടേബിളാണ് ഈ വരുന്ന ജൂണിലേക്ക് വേണ്ടി നമ്മൾ വിക്ടറി ബാച്ചിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ജോയിൻ ദിസ് 180 days ബാച്ച് വിത്ത് ദ ബെസ്റ്റ് ഇൻ ക്ലാസ് മെൻറ്റേഴ്സ് എലോൺ. അവരുടെ ഗൈഡൻസോടുകൂടി നിങ്ങൾക്ക് ഈ ജൂണിൽ JRF സ്വന്തമാക്കാൻ വേണ്ടി നമ്മളെ വിക്ടറി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ജസ്റ്റ് ഗിവ് us a call at our bot number 8086881144, or you can join our Google form link. You can share your details there and join with us. ഈ വരുന്ന ജൂണിൽ JRF നിങ്ങൾക്കുള്ളതാണ് വിത്ത് റൈറ്റ് പ്രിപ്പറേഷൻ CCയോടൊപ്പം. അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ ആസ്പിരന്റ് സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. ആൻഡ് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്ത് വയ്ക്കുക, സോ ദാറ്റ് യു ഡോണ്ട് മിസ് എനി ക്രൂഷ്യൽ നെറ്റ് അപ്ഡേറ്റ് ഫ്രം ദ ഹോം ഓഫ് എക്സലൻസ് CC നെറ്റ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ഇറ്റ്സ് മീ അൽഫിൻ അബ്ദുൽ സലാം സൈനിങ് ഓഫ്. താങ്ക് യു.